വയനാട് തരുവണ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഹാദി വീട്ടിലായാലും സ്കൂളിലായാലും അധിക സമയവും കമ്പ്യൂട്ടറിന് മുന്നിലാണ്. നെഗറ്റീവ് എന്ന് ചിന്തിക്കേണ്ട, വരട്ടെ. ഹാദി അങ്ങനെ സമയം ചെലവഴിക്കുന്നതിൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും യാതൊരു എതിർപ്പുമില്ല. 9ാം ക്ലാസ്സുകാരന് എന്താണ് ഈ കമ്പ്യൂട്ടറിൽ ഇത്രയധികം ജോലി എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? നമുക്ക് മുഹമ്മദ് ഹാദിയെ ഒന്ന് പരിചയപ്പെടാം. സോഷ്യൽ മീഡിയ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാനും പറ്റും, എന്നെ അതിനെ ദുരുപയോഗം ചെയ്യാനും പറ്റും. നന്നായിട്ട് ഉപയോഗിച്ചാൽ നല്ല കാര്യങ്ങൾ ചെയ്യാം, അല്ലാതെയാണെങ്കിൽ അത് ചീത്ത കാര്യങ്ങളിലേക്കാണ് പോവുക. നന്നായിട്ട് ഉപയോഗിക്കണം. മൊബൈലിലും ലാപ്ടോപ്പിലും ഒന്നും ഈ 9ാം ക്ലാസ്സുകാരൻ വെറുതെ സമയം കളയുകയല്ല. മുഹമ്മദ് ഹാദിക്ക് ഈ പ്രായത്തിൽ തന്നെ പിടിപ്പത് ജോലിയുണ്ട്. സ്വന്തം സ്കൂളിലെ വാർഷികം മുതൽ നാട്ടിലെ സെവൻസ് ഫുട്ബോളിന് വരെ ഡിജിറ്റൽ പോസ്റ്ററുകൾ തയ്യാറാക്കണം, വീഡിയോ എഡിറ്റ് ചെയ്തു കൊടുക്കണം. ടെക്നോളജി ആയിട്ട് മുമ്പോട്ടെ ചെറുപ്പത്തിലെ താല്പര്യം ഉണ്ടായിരുന്നു. യൂട്യൂബ് വീഡിയോയിൽ കണ്ടതായിരുന്നു വീഡിയോ എഡിറ്റിംഗ്, VFX, മൾട്ടിമീഡിയ കോഴ്സ്. അപ്പോൾ കഴിഞ്ഞ വെക്കേഷനിൽ അതിന് ജോയിൻ ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ പാർട്ട് കഴിഞ്ഞു. ഇപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെ കൗതുകത്തിനായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സീരിയസ് ആയി. ഒരു സ്വകാര്യ കമ്പനി ഗ്രാഫിക് ഡിസൈനിങ്ങിൽ മുഹമ്മദ് ഹാദിക്ക് ഇന്റേൺഷിപ്പ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും പഠനത്തിലും ഒന്നാമനാണ് ഹാദി. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവിടെയും പോസ്റ്റർ ഡിസൈൻ ഉൾപ്പെടെയുള്ള ജോലികൾ ഏറ്റെടുത്തു. അവൻ 8ാം ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ അവനൊരു പ്രോഡിജി എന്നുള്ള ലെവലിലാണ് നമ്മൾ അവനെ കണക്കാക്കിയിരുന്നത്. IT-യിൽ മികവ് ഞങ്ങൾ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉപയോഗപ്പെടുത്താറുണ്ട്. അവൻ്റെ ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റാണ്. സ്കൂളിൽ തന്നെ 9ാം ക്ലാസ്സിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയാണ് അവൻ. 8ാം ക്ലാസ്സിൽ പിന്നെ ഗിഫ്റ്റഡ് എന്ന് പറയുന്ന ഒരു ഗണത്തിൽപ്പെടുത്തി അതിനുള്ള ഒരു ട്രെയിനിങ് എല്ലാം ഇപ്പോൾ ജില്ലാതലത്തിൽ കൊടുക്കുന്നുണ്ട്. അവിടെയും മികച്ച രീതിയിലാണ് അവൻ വരുന്നതാണെന്ന് അറിയാൻ കഴിയുന്നത്. ഈ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ പഠനത്തിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. പിന്നെ ഉപ്പ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ മാത്രം ആവരുത്, പഠിക്കാൻ വേണ്ടി ചെയ്യണം. സ്വന്തമായി പഠിച്ചതെല്ലാം പങ്കുവെക്കാൻ ഒരു യൂട്യൂബ് ചാനലും ഹാദിക്കുണ്ട്. നമ്മൾ ആദ്യം കേഡലിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷനിൽ സൗണ്ട് ആൻഡ് വീഡിയോയിൽ കേഡലിൽ വന്ന സോഫ്റ്റ്വെയർ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കേഡലിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു വീഡിയോ ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. മാറിയ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളും ഈ മിടുക്കൻ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഈ AI വന്നതോടെ പിന്നെ ഡിസൈനിങ് വളരെ എളുപ്പമായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ആയിട്ടും ഒബ്ജക്റ്റ് ആയിട്ടും ഒക്കെ ഇമേജ് ജനറേറ്റ് ചെയ്യാറുണ്ട്. ഗ്രോക്ക്, എഡോബിന്റെ ഫയർഫ്ലൈ, പിന്നെ ഐഡിയാസിന് വേണ്ടി ChatGPT-യും പിന്നെ ജെമിനിയും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. മാതൃഭൂമി ന്യൂസ്, വയനാട്. മുഹമ്മദ് ഹാദി മിടുക്കൻ എന്ന് പറഞ്ഞാൽ പോരാ, മിടുക്കൻ എന്ന് തന്നെ പറയണം. അവൻ പറഞ്ഞതുപോലെ തന്നെ എന്തിനെയാണെങ്കിലും അതിന് മോശം വശമല്ല, നല്ല രീതിയിൽ കൂടി ഉപയോഗിക്കാം. ഗെയിം കളിച്ച് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ഉപയോഗിച്ച് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിന് പകരം അതിനെ നന്നായി ഉപയോഗിച്ച് നല്ല രീതിയിൽ അതിന്റെ ഔട്ട്പുട്ട് എടുക്കാം എന്നുള്ളതാണ് ഹാദി പറഞ്ഞു തരുന്നത്. ഈ ഒരു ചെറിയ പ്രായത്തിൽ അവൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, തീർച്ചയായിട്ടും വളരെ മാതൃകാപരമായി കാണേണ്ട ഒന്നാണ് ഇത്. മുഹമ്മദ് ഹാദിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ ഒരു അവസരത്തിൽ നേരുകയാണ്.